സ്വാഭാവികമായിട്ടും നമ്മൾ ജനുവരിയുടെ അന്ത്യഘട്ടത്തിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തകൾ അതിൻ്റെ ഒഴുക്കോടുകൂടി ചെല്ലുന്നത് റിപ്പബ്ലിക് ഡേയുടെ ഒരു പശ്ചാത്തലത്തിലേക്കായിരിക്കും. റിപ്പബ്ലിക് ഡേയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴത്തേക്കും എന്താണ് വർത്തമാനകാല സാമൂഹിക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് ആണ് കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് കുറെ കൂടി എന്താണ് സമ്പന്നമായിരുന്നു എന്ന് പറയാം. നമ്മുടെ ആഘോഷങ്ങൾ കുറച്ചുകൂടി സമ്പന്നമാണ്. അതിൻ്റെ പ്രതിയുള്ള നമ്മുടെ ഓർമ്മകൾ സജീവമാണ്. നിരന്തരം അതിനെക്കുറിച്ച് നമ്മൾ വാചാലരാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്പബ്ലിക് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് മറ്റൊരു തരം സാങ്കേതികത്വം ആവശ്യപ്പെടാനുണ്ട്, അല്ലെങ്കിൽ അവകാശപ്പെടാനായിട്ടുണ്ട്. ഒരു രാഷ്ട്രം, അത് ഇന്ത്യ എന്നല്ല ഏത് രാഷ്ട്രം തന്നെയായാലും അതിന് ഒരു വ്യക്തമായ ഭരണഘടന ഉണ്ടാകുന്നു, അത് റിപ്പബ്ലിക് ആകുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ആ രാജ്യം അതിൻ്റെ അസ്തിത്വം കണ്ടെത്തുകയും അത് സ്വയം പര്യാപ്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് പരിഗണിക്കുമ്പോൾ സ്വാതന്ത്ര്യദിനത്തെക്കാൾ ഏറെ ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതും പ്രാധാന്യം കൽപ്പിക്കേണ്ടതും റിപ്പബ്ലിക് ഡേക്കാണ് എന്ന് പറഞ്ഞൊരു പോയിന്റാണ് ഞാൻ തുറന്നു പറയുന്നത്. കാരണം നമുക്കറിയാം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമ്മുടെ നിലവിലെ സാഹചര്യം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു കാരണമുണ്ടല്ലോ. അത് മതപരമായ കാര്യങ്ങളിലായിക്കോട്ടെ, ഈ ഭരണഘടനയുടെ മൂല്യങ്ങളിലായിക്കോട്ടെ, അതിൻ്റെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിശകലനങ്ങളായിക്കോട്ടെ, അതിൻ്റെ വൈകാരിക തലമായിക്കോട്ടെ, അതിൻ്റെ സാങ്കേതിക തലമായിക്കോട്ടെ, അത് മുന്നോട്ട് വെക്കുന്ന ഉത്തരവാദിത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ അവകാശപരമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം കൂടെ സമന്വയിപ്പിച്ച് നോക്കുമ്പോഴത്തേക്കും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലവിലെ ഭരണകൂടം വിഭാവനം ചെയ്യുന്ന ഒരു തരം ആദർശം എന്ന് പറയുന്നത് ഇത്തരം സാങ്കേതികത്വങ്ങളെയും വൈകാരികതകളെയും റദ്ദ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ ഈ ഭരണഘടനയെപ്പറ്റി നിരന്തരം സംസാരിക്കുകയും നിരന്തരം അത് ഓർമ്മപ്പെടുത്തുകയും അതിനെക്കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ തുറന്നു വെക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു, അല്ലേ? എന്തുകൊണ്ട് ഭരണഘടന ഓർമ്മിപ്പിക്കപ്പെടണം അല്ലെങ്കിൽ ഓർക്കപ്പെടണം എന്നുള്ളത് പ്രവീൺ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത് മനസ്സിലാക്കാൻ നമ്മൾ ഒത്തിരി ഒന്നും നോക്കണം. നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിലേക്ക് നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന ഒരു വാക്ക് മതം എന്നുള്ളതാണ്. മതേതരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും പലരുടെയും വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് മതം എന്ന വാക്കാണ്. മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളുള്ള ഈ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇന്നിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ ഭരണഘടന മുൻനിർത്തി വെക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും കൂടുതൽ വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ടത്. അതിൻ്റെ ചുവട് പിടിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് വരുന്നത്, നമ്മുടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാന സ്വഭാവങ്ങളൊന്നാണ് മതേതരത്വം എന്ന് പറയുന്നത്. അത് ഭരണഘടനയിലേക്ക് എത്തിപ്പെട്ടതിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ടല്ലോ, നമുക്കറിയാം. നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഒരു കൂട്ടമായി നയിച്ചു പോയതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്കൊരു സ്വാഭാവികത ഉണ്ടായിരുന്നു. ഇതൊരു മതേതര ജനാധിപത്യ രാഷ്ട്രമാകുമെന്ന് പറയുന്ന ഒരു വലിയ സ്വാഭാവികത ഉള്ളതുകൊണ്ടായിരിക്കും അന്ന് ഭരണഘടനയിൽ നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പോലെ ഈ മതേതരത്വം എന്ന് പറയുന്ന ഒരു വാക്ക് പർട്ടിക്കുലറായി ഒരുപക്ഷെ എഴുതി ചേർക്കാതിരുന്നത്. നമ്മൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് നിലനിൽക്കുന്നു, ജനാധിപത്യ സമൂഹമായി നിലനിൽക്കുന്നത്. അപ്പം മതേതരത്വം എന്ന് പറയുന്നത് സംബന്ധിച്ച് നമുക്കൊരു രണ്ടാമതൊരു അഭിപ്രായം ഇല്ല ആ വിഷയത്തിൽ. പക്ഷെ അവിടുന്ന് ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം നമ്മളത് എഴുതി ചേർക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടല്ലോ. അവിടെയാണ് ഇപ്പം സ്വാഭാവികമായിട്ടും റിപ്പബ്ലിക് ഡേയുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന വ്യക്തികളെന്ന് പറയുന്ന ഒരു പക്ഷേ അംബേദ്കറിനെയോ അല്ലെങ്കിൽ നെഹ്റുവിനെയൊക്കെ ആയിരിക്കും. അംബേദ്കറിനെയും നെഹ്റുവിനെയും നമുക്ക് ഭരണഘടനയുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രയേറെ വലിയ സംഭാവനകൾ നൽകിയ ആളുകളാണ്. പക്ഷെ ആ ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു സാങ്കേതിക സ്വഭാവത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഒരു നൈതിക ബോധം നിർമ്മിക്കുന്നതിലാണ് ഗാന്ധി വഹിച്ച പങ്കിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അവിടെയാണ് ഈ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹം കൊണ്ടു നടന്നിരുന്ന ആശയം എത്രത്തോളം പ്രസക്തമായിരുന്നുള്ളത്. ഇപ്പം ഈ മതേതരത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇന്ത്യയിലെ മതേതരവാദികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ സമീപനം എന്ന് ഞാൻ പറയുന്നില്ല, ഗാന്ധിയെ ഫോളോ ചെയ്യുന്ന വായിക്കുന്ന ആളുകളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഗാന്ധി എന്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. വളരെ നമുക്ക് എളുപ്പത്തിൽ ചോദിച്ചു പോകാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ നിരാകരിച്ചു പോകാൻ കഴിയുന്ന സംഭാവനകളാണ് ഗാന്ധിയുടേതെന്നൊക്കെ പറയുന്ന ഒരു തോന്നലിലേക്ക്, ഒരു പൊതുബോധത്തിലേക്ക് നമ്മുടെ സമൂഹം വളരെ എളുപ്പത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രപിതാവ് എന്നതിനെ കുറിച്ചുള്ള പ്രസക്തി പോലും എത്രത്തോളം ഗൗരവപരമായിട്ടാണ് ഇവർ കാണുന്നത് സംബന്ധിച്ചൊരു വിഷയമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം പോലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം എത്രത്തോളം പ്രാധാന്യമായിരുന്നു ഇന്ത്യയുടെ മതേതര ചരിത്രത്തിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ മതേതരത്വം ഒരു 10-35 വർഷം ഈവൻ
ഇന്ന് പോലും ഡ്രൈവ് ചെയ്യപ്പെടുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. നമുക്കൊരു 30 വർഷത്തെ 35 വർഷത്തെ സാങ്കേതിക ചരിത്രം അതിനകത്ത് പറയാനുണ്ടാവും. പക്ഷെ നമ്മുടെയൊക്കെ നീതിബോധത്തിനകത്ത്, നമ്മുടെയൊക്കെ ഓർമ്മകൾക്കകത്ത്, നമ്മുടെയൊക്കെ എന്താണ് ആദർശ രൂപീകരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഗാന്ധിവധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ മതേതര, അല്ലെങ്കിൽ ഒരു പക്ഷേ 50കളുടെ മധ്യത്തിലോ മറ്റോ ഒക്കെ ഒരു മത സ്വഭാവത്തിലേക്ക് നമ്മുടെ രാഷ്ട്രം നയിക്കപ്പെട്ടു പോയേക്കാം. കാരണം അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ആ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം വരികയും അത് അതിഭീകരമാം വിധം നമ്മുടെ ജനമനസ്സുകളെ സ്വാധീനിക്കുകയും നമ്മുടെ പൊതുബോധത്തെ സ്വാധീനിക്കുകയും അവിടുന്ന് എന്താണ് നിർബന്ധമായ ഒരു മതേതര സ്റ്റേറ്റ് ആയിട്ട് തന്നെ ഈ സാധനം നിലനിൽക്കണം എന്ന് പറയുന്ന ഒരു സാമൂഹിക ആഗ്രഹം ആളുകളിൽ ഉണ്ടാകുകയും അത് ഈ പറഞ്ഞ പോലെ ഒരു വലിയ കാലയളവിൽ നമ്മളെ സ്വാഭാവികമായി നയിക്കുകയും ചെയ്തു. അവിടുന്ന് എന്താണ് ഒരു 30 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഭരണഘടനയെ നമ്മൾ എഴുതി ചേർക്കേണ്ടി വന്നു സെക്കുലർ ആണ് എന്ന്. അന്ന് ഈ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ സെക്യുലർ ആണെന്ന് എഴുതി ചേർത്ത് നമ്മൾ അവിടെ ഉറപ്പുവരുത്തിയപ്പോൾ അവിടുന്ന് ഒരു 50 വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഇന്നിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സെക്യുലർ ആണെന്ന് എഴുതി ചേർത്ത് ഭരണഘടനയിൽ നിന്ന് അതെങ്ങനെ മായ്ക്കപ്പെടാം അല്ലെങ്കിൽ ഇതെങ്ങനെ മായ്ച്ചു കളയാം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സെക്യുലർ ആണെന്ന് നമ്മൾ വെറും പേപ്പറിൽ എഴുതിയ ഒരു വാല്യൂ പോലും പലപ്പോഴും ആ ഒരു വാക്കിന് ഇപ്പോൾ കൊടുക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പറഞ്ഞതുപോലെ ഗാന്ധിനെ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഗാന്ധി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന്റെ കാരണവും അതെ. ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു എന്ന് അവർ ചോദിക്കുന്നതിന്റെ കാരണം അദ്ദേഹം എന്താണ് ചെയ്തത് എന്ന ആളുകളിലേക്ക് കൃത്യമായി എത്തിയ ഒരിക്കലും ഇതൊരു മതരാഷ്ട്രമായി മാറ്റാൻ സാധിക്കില്ല എന്നുള്ളിടത്താണ് അവർക്ക് ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മായ്ച്ചു കളയേണ്ട ഒരു ആവശ്യമായിട്ട് ഇന്ന് മാറുന്നത്. ഈ ഭരണഘടനയെ കുറിച്ച് നമ്മൾ ഏറ്റവും അടുത്തൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കും ഈ എങ്ങനെയാണിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഒന്ന് നമുക്ക് പറയാം, പാഠ്യപദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് കൃത്യമായ അജണ്ട നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് മുറികളെ പോലും ഹൈജാക്ക് ചെയ്യാനുള്ള പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത്, ഏത് വിധത്തിലുള്ള ചരിത്രമാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് വരേണ്ടത് എന്നതിനെ എല്ലാം സംബന്ധിച്ച് ഒരു അജണ്ട നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ചരിത്രത്തിന് ഒരു തരം പരിധിയുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന ചരിത്രം നമ്മൾ പഠിച്ചതും നമ്മൾ അറിഞ്ഞതും വായിച്ചതുമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ. അത്തരം റിസോഴ്സുകൾ അടുത്ത തലമുറയിലേക്ക് ഇല്ലാതെ പോകുമ്പോഴത്തേക്കും ഒരു 50-60 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇവർ പറയുന്നതാകും ശരിക്കുള്ള ചരിത്രം എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സംഭവം പോകും. അവിടെയാണ് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഇടപെടേണ്ടതെന്ന് പറയുന്ന ഒരു പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, കലാകാരന്മാർ എന്നിങ്ങനെ സമൂഹത്തിന് നാനാവിധ തുറകളിൽ നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികളെല്ലാവരും, ഭരണഘടനാ വിശ്വാസികളെല്ലാവരും ഇറങ്ങിത്തിരിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു തോന്നൽ വരുന്നത്. പക്ഷെ അത് എത്രത്തോളം നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രശ്നം. രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരം ഒരു സംഗതിയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചൊരു ധാരണക്കുറവ് കൃത്യമായി നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടനാധിഷ്ഠിത ചർച്ചകളെ എത്രത്തോളം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ഇത്തരം കക്ഷികളെന്ന് പറയുന്നൊരു സ്ഥാനത്തേക്ക്. ഇപ്പം നമുക്ക് ചെറിയ ചെറിയ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് പറയാൻ പറ്റും. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം സംസാരിച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എപ്പോഴും കയ്യിലൊരു ഹാൻഡ് ബുക്ക് പോലെ അദ്ദേഹം ഭരണഘടന ഉയർത്തി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്നുള്ളതല്ല, അത് ഒരു സിമ്പലായിട്ട് ഒരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയായിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക്, നമ്മുടെ അനുദിന വ്യവഹാരങ്ങളിലേക്ക് ഭരണഘടന എത്തിപ്പെടേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഭരണഘടന കേവലം കുന്തവും കുടച്ചക്രവും അല്ല എന്ന് ഉള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. കുന്തങ്ങൾ അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ കൂടി ചേർത്തിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം അല്ലെങ്കിൽ ചരിത്രത്തെ അവർ വക്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളുടെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് അവിടെയാണ്. പല കാര്യങ്ങൾ എത്രയെ കണ്ട് നിങ്ങൾ വെട്ടിക്കളഞ്ഞാലും ഞങ്ങളത് കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറഞ്ഞ് പുസ്തകങ്ങൾ ഇപ്പോഴും എത്തുന്നു എന്നുള്ളത് കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തുരുത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ആശ്വാസം കണ്ടെത്താം. പക്ഷെ അത് എത്ര കാലം എന്നുള്ളത് നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.